നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരള നിയമസഭയുടെ പുതിയ സമ്മേളനം ആരംഭിച്ചപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് സഭയ്ക്കുള്ളിലെ പ്രതിപക്ഷ ധർമ്മം ആര് നയിക്കുമെന്നാണ്. എണ്ണത്തിൽ നമുക്ക് ഇപ്പോഴത്തെ പിണറായി വിജയൻ്റെ അദ്ദേഹത്തിൻ്റെ സംഘവും ആണ് എണ്ണത്തിൽ കൂടുതലെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത തിരിച്ചടിക്ക് പിന്നാലെ CPM പ്രതിപക്ഷ നിരയിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ സഭയിലെ ആദ്യത്തെ 2 ദിവസങ്ങളിലും രാഷ്ട്രീയമായ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ പ്രതിപക്ഷം പൂർണ്ണമായി പാളുന്ന കാഴ്ചയ്ക്കാണ് സഭ സാക്ഷ്യം വഹിച്ചത്. ആദ്യ അടിയന്തര പ്രമേയ അവതരണാനുമതി ചർച്ചയിൽ പ്രതിപക്ഷത്തെ മലർത്തിയടിച്ച് മുഖ്യമന്ത്രി VD സതീശൻ ഭരണപക്ഷത്തിനു വേണ്ടി രാഷ്ട്രീയമായി സ്കോർ ചെയ്തപ്പോൾ യഥാർത്ഥ പ്രതിപക്ഷ ധർമ്മം ആരേറ്റെടുക്കുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ശക്തമായ പ്രതിരോധം ഉണ്ടാകാതിരുന്ന വേളയിൽ സഭയിലെ കൃത്യമായ ഇടപെടലുകളിലൂടെയും മൂർച്ചയേറിയ പ്രതികരണങ്ങളിലൂടെയും BJP പാർലമെന്ററി പാർട്ടി നേതാവ് BB ഗോപകുമാർ താരമായി മാറുകയാണ്. ഈ സഭാ സമ്മേളനം നടന്ന ദിവസങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, സഭാ TVയിലുണ്ട്, അതൊക്കെ ഒന്ന് എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അദ്ദേഹം ഏറ്റവും മൂർച്ചയേറിയ, അത് പിണറായി സർക്കാരിൻ്റെ പ്രതിപക്ഷത്തിനാണെങ്കിലും ഭരണപക്ഷത്തിനാണെങ്കിലും കുറിക്ക് കൊള്ളുന്ന വാക്കുകളാണ് BB ഗോപകുമാർ സഭയിൽ അവതരിപ്പിക്കുന്നത്. ഒന്ന് ആലോചിക്കണം, അദ്ദേഹം ആദ്യമായിട്ടാണ് സഭയിൽ, അദ്ദേഹത്തിന് പല ചട്ടങ്ങളും അറിയില്ല. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ അദ്ദേഹം സംസാരിക്കുമ്പോൾ പ്രതിപക്ഷത്തുള്ള പല MLA-മാർ ബഹളം വെച്ചപ്പോൾ സ്പീക്കറായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹം ഇടപെട്ടിട്ട് പറഞ്ഞ് അദ്ദേഹം പുതിയ ആളാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു പുതിയ ആളുടെ ആ ഒരു അമ്പരപ്പ് ഒന്നും തന്നെയല്ല. തനിക്ക് കിട്ടിയ അവസരം ഏറ്റവും ശക്തമായി ഉപയോഗിക്കുന്ന, ഏറ്റവും ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു സാമാജികനായിട്ട് അദ്ദേഹം മാറുന്ന കാഴ്ചയാണ് നമുക്ക് സഭയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ CPM-ന്റെ പിണറായി വിജയൻ തിളങ്ങേണ്ട സ്ഥാനത്താണ് ഇപ്പോൾ സഭയിലെ അതിശക്തമായിട്ടുള്ള ഇടപെടലുകളിലൂടെ BB ഗോപകുമാർ ശ്രദ്ധ കേന്ദ്രമാകുന്നത്. കേരള നിയമസഭയിൽ UDF സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ഇടതുപക്ഷത്തിന് കഴിയാതെ പോകുന്ന വരും ദിനങ്ങളിൽ BB ഗോപകുമാർ സഭയിലെ യഥാർത്ഥ പ്രതിപക്ഷ നേതാവായി മാറുമോ എന്ന ചർച്ചകൾ രാഷ്ട്രീയ കോറിഡോറുകളിൽ സജീവമായി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളുടെ പല ഭാഗങ്ങളും കട്ട് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലടക്കം BJP അക്കൗണ്ടുകളിലൊക്കെ തന്നെ വലിയ രീതിയിൽ ഇത് വൈറലായി കഴിഞ്ഞിട്ടുണ്ട്. BJPയുടെ നിയമസഭാ കക്ഷി നേതാവാണ് BB ഗോപകുമാർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ മണ്ഡലത്തിൽ നിന്നും BB ഗോപകുമാർ നേടിയ മിന്നും വിജയം കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ വലിയൊരു വഴിത്തിരിവായിരുന്നു. വോട്ടെണ്ണൽ സമയത്തൊക്കെ തന്നെ ഒരു സെക്ഷനിലും അല്ലെങ്കിൽ ഒരു ഭാഗത്തും അദ്ദേഹം പിന്നോട്ട് പോകാതെ മുമ്പിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ വോട്ടിംഗ് ശതമാനം ഉയർത്തി അദ്ദേഹം സ്കോർ ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് മുതൽ ചർച്ച ചെയ്യുന്ന പേരായിരുന്നു BB ഗോപകുമാർ ആരാണ്, അദ്ദേഹം ആ മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ള പ്രവർത്തികൾ, അദ്ദേഹത്തിന് ഇത്രയും ജനപിന്തുണ ലഭിക്കാനുള്ള കാരണങ്ങൾ എന്താണ് എന്നൊക്കെ. ഏതായാലും അദ്ദേഹത്തെ ചാത്തന്നൂർകാർ ജയിപ്പിച്ചത് വെറുതെ ആയില്ല എന്ന് തെളിയിക്കുക തന്നെയാണ് അദ്ദേഹം സഭയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടതുകോട്ട എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ചാത്തന്നൂരിൽ ശക്തമായ ത്രികോണ മത്സരത്തിനൊടുവിലാണ് വലിയ ഭൂരിപക്ഷത്തോടെ BB ഗോപകുമാർ നിയമസഭയിലേക്ക് വണ്ടി കയറിയത്. താഴെത്തട്ടിലുള്ള ജനങ്ങളുമായുള്ള അടുത്ത ബന്ധവും രാഷ്ട്രീയമായ കഠിനാധ്വാനവുമാണ് അദ്ദേഹത്തെ ചാത്തന്നൂരിന്റെ പ്രിയങ്കരനാക്കിയത്. ആ ജനകീയ അടിത്തറയുടെ കരുത്തുമായാണ് BB ഗോപകുമാർ ഇപ്പോൾ കേരള നിയമസഭയുടെ നാഥന്മാരിൽ ഒരാളായി സഭയെ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് വളർന്നിരിക്കുന്നത്. സഭയ്ക്കുള്ളിൽ UDF മുന്നണിക്കെതിരെ ബദൽ പ്രതിപക്ഷമായി മാറാൻ BJPക്ക് കഴിയുന്നുണ്ട് എന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. കേവലം ബഹളം വയ്ക്കലുകൾക്കപ്പുറം കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടോടെയും ഭരണഘടനാപരമായ വ്യക്തതയോടെയുമാണ് BJP നേതാക്കളായ BB ഗോപകുമാറും V മുരളീധരനും സഭയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. കാലാകാലങ്ങളായി കേരളം ഭരിച്ച മുന്നണികൾ തമ്മിലുള്ള ഒത്തുകളി രാഷ്ട്രീയത്തെ ജനമധ്യത്തിൽ തുറന്നു കാട്ടുക എന്ന തന്ത്രപരമായ നീക്കമാണ് BJP നിയമസഭയിൽ വിജയകരമായി പയറ്റുന്നത്.
ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഭരണപക്ഷത്തിനെതിരെയും BJP സഭയിൽ ഉന്നയിച്ച കടുത്ത വിമർശനമാണ് ഇതിനകം വലിയ ചർച്ചയായിട്ടുള്ളത്. ഇന്ന് അദ്ദേഹത്തിന് സംസാരിക്കാനായി അവസരം കിട്ടിയപ്പോഴും അദ്ദേഹം ഇത് തന്നെയാണ് ആവർത്തിച്ചത്. അദ്ദേഹം പറയുന്നുണ്ട്, ഇലക്ഷൻ സമയമായപ്പോഴൊക്കെ തന്നെ ഇപ്പോഴത്തെ ഭരണപക്ഷം ഉന്നയിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവർ പാടിയ വൈറലാക്കിയ ഒരു പാട്ടാണ് സ്വർണം കട്ടവൻ ആരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് UDFന്റെ പ്രധാന പ്രചാരണ ആയുധം. അത് ജനങ്ങളൊക്കെ തന്നെ ഏറ്റെടുത്ത ഒരു പലപ്പോഴും ട്രോളുകളായൊക്കെ തന്നെ വന്ന ഒരു വാചകമാണ്. എന്നാൽ ഇപ്പോൾ ഭരണത്തിൽ വന്നപ്പോൾ ഭരണപക്ഷം അതേപറ്റി ഒരു അക്ഷരം മിണ്ടുന്നില്ലെന്നാണ് BB ഗോപകുമാർ സഭയിൽ തുറന്നടിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഒരുപക്ഷെ ശരിയാണെന്ന് ജനങ്ങളും വിലയിരുത്തുന്നുണ്ടാവും. കാരണം എന്തായി ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അന്വേഷണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ 10 വർഷത്തോളം കാലം പിണറായി സർക്കാർ ഭരിച്ചപ്പോൾ ഉണ്ടായിരുന്ന അതേ പാതയിൽ തന്നെയാണ് ഇപ്പോൾ SIT അന്വേഷണം നിൽക്കുന്നത്. അതിനെക്കുറിച്ചാണ് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്തെ ആരോപണങ്ങൾ കേവലം വോട്ട് തട്ടാനുള്ള തന്ത്രം മാത്രമായിരുന്നോ എന്നും സ്വർണ്ണക്കൊള്ളയിലെ യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരാൻ സർക്കാർ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്ന് BJP ചോദിക്കുന്നു. കാലാകാലങ്ങളായി UDFും LDFും ഒരേ മനസ്സോടെയാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നതെന്ന BJPയുടെ രാഷ്ട്രീയ ആരോപണത്തിന് പുതിയ സംഭവ വികാസങ്ങൾ അടിവരയിടുന്നുണ്ട്. ഇരുകൂട്ടരും പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുമെങ്കിലും അധികാരത്തിൽ വരുമ്പോൾ പരസ്പരം സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. മുൻ ഭരണകാലത്തെ അഴിമതികൾ തെളിയിക്കാനുള്ള ഭരണപരമായ ഉത്തരവാദിത്തം കാണിക്കാൻ പുതിയ UDF സർക്കാർ തയ്യാറാകുന്നില്ലെന്നാണ് BB ഗോപകുമാർ നിയമസഭയിൽ കുറ്റപ്പെടുത്തിയത്. മാത്രമല്ല, നിലപാടുകളുടെ രാജകുമാരനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശനെന്നും അത് അങ്ങനെ തന്നെ ആയിരിക്കാനാണ് തങ്ങൾക്കും ഇഷ്ടമെന്നും, പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല നിലപാടുകളും അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അത് വരും ദിവസങ്ങളിൽ അത് പാലിക്കപ്പെടണം എന്ന് തന്നെയാണ് BB ഗോപകുമാർ ഇന്ന് സഭയിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഒത്തുകളി രാഷ്ട്രീയത്തിനെതിരെ തങ്ങളുടെ പോരാട്ടമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം CMRL വിഷയത്തെക്കുറിച്ച് നമുക്കറിയാം, ഇപ്പോൾ കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കിയതാണ് CMRL മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു വിഷയം. അതും അദ്ദേഹം ഇന്ന് സഭയിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതും ഭരണപക്ഷത്തെ കടുത്ത പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. CMRL വിഷയത്തിൽ മുഖ്യമന്ത്രി VD സതീശന്റെ യഥാർത്ഥ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കണമെന്നാണ് ഇന്ന് BB ഗോപകുമാർ സഭയിൽ തുറന്നടിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ രംഗത്ത് പൊതുവെ നിലപാടുകളുടെ രാജകുമാരൻ എന്നാണ് VD സതീശനെ വിശേഷിപ്പിക്കാറുള്ളത്. എന്നാൽ CMRL ഡയറിയിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രമുഖ നേതാക്കളുടെ പേരുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. CMRL കമ്പനിയുടെ ഡയറിയിൽ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകളിലേക്കും അന്വേഷണം നീളണമെന്ന ആവശ്യം പൊതുസമൂഹത്തിൽ ഇപ്പോൾ ശക്തമാണ്. ഈ സാഹചര്യത്തിൽ നിലപാടുകളുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ തന്നെ കൃത്യമായ നിലപാട് സഭയെ അറിയിക്കുന്നത് നന്നായിരിക്കുമെന്നും BB ഗോപകുമാർ പരിഹസിച്ചു. മാത്രമല്ല, അഴിമതിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്ന സർക്കാർ സ്വന്തം മുന്നണിയിലെ നേതാക്കൾ ഉൾപ്പെട്ട കേസുകളിൽ ഒളിച്ചുകളി നടത്തുകയാണെന്നാണ് BJPയുടെ ആക്ഷേപം. സഭയിലെ BJPയുടെ ഈ ശക്തമായ കടന്നാക്രമണം CPM നേതൃത്വം നൽകുന്ന ഔദ്യോഗിക പ്രതിപക്ഷത്തിന് വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചിരിക്കുന്നത്. ഇതേക്കുറിച്ച് മാത്രമല്ല, വന്ദേ മാതരം ആലപിക്കുന്നതിനെ കുറിച്ചുള്ള വിവാദങ്ങളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. ഈ പാടാൻ പറഞ്ഞിട്ടുള്ള ആദ്യ ഖണ്ഡികയിലെ അതിൻ്റെ അർത്ഥം അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഇത് പാടുന്നതിൽ എന്താണ് പ്രശ്നം, ഈ വരികളിൽ എവിടെയാണ് വർഗീയത എന്ന് അദ്ദേഹം എടുത്ത് ചോദിക്കുന്നുണ്ട്. കൃത്യമായിട്ട് അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള കാര്യങ്ങൾ അദ്ദേഹം എഴുതി കൊണ്ടുവന്ന് കൃത്യതയോടെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് ഇന്ന് സഭയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ സ്ഥാനത്തിരുന്നിട്ടും ആദ്യ ദിവസങ്ങളിൽ സർക്കാരിനെ കൃത്യമായി പ്രതിരോധത്തിലാക്കാൻ പിണറായി വിജയനും കൂട്ടർക്കും സാധിച്ചില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയേണ്ടിയിരിക്കുന്നു. സഭയിലെ അടിയന്തര പ്രമേയ ചർച്ചകൾ അടക്കം മുഖ്യമന്ത്രി VD സതീശൻ സഭയെ കയ്യിലെടുത്തപ്പോൾ നോക്കുകുത്തികളാകേണ്ടി വന്ന CPM അംഗങ്ങൾ BJP സഭയിൽ ബദൽ പ്രതിപക്ഷമായി വളരുന്നത് വലിയ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. പ്രതിപക്ഷ നിരയിലെ ഈ വടംവലി വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകും. ചുരുക്കത്തിൽ, ചാത്തന്നൂരിലെ മിന്നും വിജയത്തിന്റെ തിളക്കത്തിൽ നിയമസഭയിലെത്തിയ BB ഗോപകുമാർ കേവലം ഒരു MLA എന്നതിനപ്പുറം സഭയിലെ ശക്തനായ പ്രതിപക്ഷ ശബ്ദമായി മാറിക്കഴിഞ്ഞു. മുരളീധരന്റെ പരിചയസമ്പത്തും ഗോപകുമാറിന്റെ ജനകീയ ശൈലിയും ഒത്തുചേരുമ്പോൾ സഭയ്ക്കുള്ളിൽ BJP ഉയർത്തുന്ന പ്രതിരോധം UDF സർക്കാരിനും LDF പ്രതിപക്ഷത്തിനും ഒരുപോലെ തലവേദനയാകും. വരും ദിവസങ്ങളിൽ സഭയിലെ യഥാർത്ഥ പോരാട്ടം ഭരണപക്ഷവും BJPയും തമ്മിലാകുമെന്ന വ്യക്തമായ സൂചനകളാണ് പുതിയ
നിയമസഭാ സമ്മേളനത്തിന്റെ പ്രാരംഭ ദിനങ്ങൾ നൽകുന്നത്. ഏതായാലും വരും ദിവസങ്ങളിലും കൃത്യമായി തന്നെ ബി ഗോപകുമാർ ഉന്നയിക്കാൻ പോകുന്ന വിഷയങ്ങൾ അത് ഭരണപക്ഷത്തിന് ഒരു തലവേദനയാകും എന്നതിലുപരി തങ്ങൾ പുറകോട്ട് പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഇനി ഔദ്യോഗിക പ്രതിപക്ഷമായ പിണറായി വിജയനും കൂട്ടർക്കും നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേസമയം തന്നെ നിയമസഭയിൽ പ്രത്യേക റൂളിംഗ് നൽകി സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സഭയുടെ മര്യാദ എല്ലാവരും പാലിക്കണമെന്നും ജ്യേഷ്ഠ സഹോദരന്മാർ പാലിക്കുന്ന രീതി 71 പുതിയ അംഗങ്ങളും മാതൃകയാക്കണമെന്ന് സ്പീക്കർ സഭയിൽ അറിയിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പുതിയ അംഗങ്ങൾക്കായി 17 സെമിനാർ നടത്തും. സെമിനാറിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പങ്കെടുക്കും. ചട്ടം പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സ്പീക്കർ പ്രത്യേക റൂളിംഗ് നൽകുന്നത്. ഇന്നലെ തുടക്കമായതിനാൽ പലരും സ്വാതന്ത്ര്യത്തോടെ ഇടപെട്ടുവെന്നും ചെയറിന് മുഖം മറച്ചു നിൽക്കുകയും സഭയുടെ തലങ്ങും വിലങ്ങും നടക്കുകയും ചെയ്തെന്നും സ്പീക്കർ പറഞ്ഞു. ജ്യേഷ്ഠ സഹോദരന്മാർ പാലിക്കുന്ന രീതി 71 പുതിയ അംഗങ്ങളും മാതൃകയാക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി.